എന്താണ് തിരഞ്ഞെടുപ്പ് പ്രതീക്ഷ? ഇവിടെ UDF ജയിക്കുമെന്നുള്ളതാണ് അഭിപ്രായം. ഇവിടെ ജനങ്ങളുടെ എല്ലാ അഭിപ്രായം UDF ജയിക്കും, സേനാപതി വേണു സാർ ജയിക്കുമെന്നുള്ളതാണ്. അപ്പൊ മണിയാശാൻ ഇവിടെ 2 ടേം ഉണ്ടായിരുന്നു. മണിയാശാൻ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ നിർത്തിയില്ലല്ലോ. അല്ല, ഇത്തവണ മണിയാശാൻ നിൽക്കാത്തത് കൊണ്ടാണോ അപ്പൊ സേനാപതി വേണുവിന് സാധ്യതയുണ്ടെന്ന് അങ്ങ് പറയുന്നത്? അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അപ്പൊ ഈ ചേട്ടന്റെ അഭിപ്രായമാണ് ഇവിടെയുള്ള വോട്ടേഴ്സിനും നമുക്ക് ചോദിക്കാം. നമസ്കാരം ചേട്ടാ. എന്താ പേര്? അപ്പൊ എന്താണ് ഇവിടുത്തെ ഒരു തിരഞ്ഞെടുപ്പ്? മണിയാശാൻ ഇല്ലാത്തത് കൊണ്ട് സേനാപതി വേണു UDFന്റെ സ്ഥാനാർത്ഥി ജയിക്കുമെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. യാതൊരു കാരണവശാലും ജയിക്കില്ല. ഇവിടെ ജയേന്ദ്രൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. മണിയാശാൻ അന്ന് മേടിച്ച അത്രയും ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും 10,000 വോട്ടിൽ 38,000 വോട്ടുകൾക്ക് ആയിരുന്നു മണിയാശാൻ. ഇവിടെ ഒരു 10,000 വോട്ടിൽ കുറയാതെ ജയേന്ദ്രൻ ജയിക്കും, ഉറപ്പാ. മാത്രമല്ല അദ്ദേഹം മുൻ MLA കൂടി ആയിരുന്നല്ലോ. അപ്പോ അദ്ദേഹത്തിന് തന്നെയാണ് ഇവിടെ സാധ്യത കൽപ്പിക്കുന്നത്. BDJS ഏതെങ്കിലും തരത്തിൽ വോട്ട് ശതമാനം ഉയർത്താനുള്ള ഒരു സാധ്യതയുണ്ടോ? ഇല്ല, BDJS ഇവിടെ ഒരു ഭീഷണിയല്ല. ഇവിടെ UDF LDFും തമ്മിലാണ് മത്സരം. 2001 മുതൽ LDFന്റെ കുത്തക മണ്ഡലമായത്. മണിയാശാൻ മാറി എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. ജയചന്ദ്രൻ 15 വർഷം കഴിഞ്ഞിട്ടാണ് മണിയാശാൻ വന്നത്. അപ്പോഴും ഇതൊക്കെ പറഞ്ഞു. പക്ഷെ മണിയാശാൻ വന്നു, അതിനേക്കാൾ വലിയ ഭൂരിപക്ഷം വന്നു. തോട്ടം തൊഴിലാളികളുടെ കേന്ദ്രമാണ്, പ്രധാനമായ അടിത്തറ കാർഷിക മേഖലയുമാണ്. ഇവിടെ ഇടതുപക്ഷത്തിന്റെ തന്നെ ജയചന്ദ്രൻ ജയിക്കും. പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകും? തീർച്ചയായും LDFന് വലിയ തിരിച്ചടിയാവും. ഇടുക്കി ജില്ലയും വയനാട് ജില്ലയുമാണ് പട്ടയ വിഷയവും വന്യമൃഗങ്ങളുടെ ശല്യവും ഇവിടെ കെട്ടിട നിർമ്മാണത്തിന്റെ ഭേദഗതി നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളുണ്ടായിരുന്നു. അതായത് ഇടുക്കിയിലെ ജനങ്ങളെ വഞ്ചിച്ച ഒരു സർക്കാരാണിത്. ഇവിടെ തീർച്ചയായും LDF സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം അലയടിക്കും. ഇടുക്കി ജില്ലയിലെ 5 സീറ്റും UDF തന്നെ നേടും. സേനാപതി വേണു 15,000 വോട്ടിനോട് വിജയിക്കും എന്നുള്ളതാണ്. 15,000 വോട്ടെന്നാണ് പറയുന്നത്. കുഴപ്പമില്ല, ഒരു കാരണവശാലും 10,000 വോട്ടിന് മേളിൽ KK ചന്ദ്രൻ ജയിക്കും. അപ്പൊ അതാണ് ഇവിടുത്തെ ആൾക്കാർക്ക് പറയാനുള്ളത്. 10,000 വോട്ടുകൾക്കോ അതോ 15,000 വോട്ടുകൾക്കോ ഒക്കെ സേനാപതി വേണു വിജയിക്കുന്ന ഒരു പക്ഷം പറയുമ്പോൾ അങ്ങനെയല്ല. മറുപക്ഷം പറയുന്നത് KK ജയചന്ദ്രൻ തന്നെ, അത് മുൻ MLA ആയിരുന്നു ഈ മണ്ഡലത്തിലെ, അദ്ദേഹം ജയിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ രാഹുൽ വിജയനോട് ചോദിക്കാം. രാഹുൽ ഇടുക്കിയിലെ റിപ്പോർട്ടർ കൂടിയാണല്ലോ. രാഹുൽ, എന്താണ് ഇവിടുത്തെ ഒരു ട്രെൻഡ്? കാരണം UDF LDFും തമ്മിൽ കട്ടയ്ക്കുള്ള പോരാട്ടം നടക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ്. കുടിയേറ്റ കർഷകർ, അതോടൊപ്പം തന്നെ ഈ ഇവിടെ അന്യ സംസ്ഥാനത്ത് വന്ന തൊഴിലാളികൾ, ഇവരുടെയൊക്കെ വോട്ടിനേറെ പ്രാധാന്യമുള്ളത്. തീർച്ചയായിട്ടും ആ ചേട്ടന്മാര് പറഞ്ഞ പോലെ തന്നെ ആര് ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. MM മണി മത്സരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു മത്സരം ഒരു ഈസി ആയി മാറിയേനെ, എന്ന് ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. KK ജയചന്ദ്രൻ മുമ്പ് 3 തവണ MLA ആയിരുന്നെങ്കിൽ പോലും 10 വർഷത്തെ ഒരു ഇടവേളയുണ്ട്. ആ 10 വർഷത്തെ ഇടവേളയിൽ MM മണി ഇവിടെ നടത്തിയ വികസനങ്ങൾ അത് വലിയ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് മണ്ഡലത്തിൽ എന്നുള്ളതാണ് പൊതുവേ ഉള്ള ഒരു അഭിപ്രായം. അതുകൊണ്ട് തന്നെ ആ വികസനത്തെ താരതമ്യം ചെയ്തുകൊണ്ട് KK ജയചന്ദ്രന്റെ ഒരു സ്ഥാനാർത്ഥിത്വത്തെ ആളുകൾ കാണുന്നുണ്ട്. പിന്നീട് 2016 സേനാപതി വേണു മത്സരിച്ച് പരാജയപ്പെട്ടത് 1109 വോട്ടുകൾക്കാണ്. ആ തോൽവിയുടെ ഒരു സഹതാപം അദ്ദേഹത്തോട് ആളുകൾക്കുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. പിന്നീട് BDJSന്റെ ഒരു ശക്തമായ സാന്നിധ്യം അവർക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമായിട്ട് അവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു സംസ്ഥാന നേതാവിനെ, സംഗീത വിശ്വനാഥിനെ, കഴിഞ്ഞ തവണ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച ഒരാളെ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മത്സരം കെടുക്കും, അതിൽ യാതൊരു സംശയമില്ല. എന്തായാലും വന്യജീവി ആക്രമണം, അതായത് ഇവിടെ പ്രധാനമായിട്ടും ഈ കുരങ്ങ്, അതുപോലെ തന്നെ കാട്ടുപന്നി, അങ്ങനെയുള്ള വന്യമൃഗങ്ങളാണ് പ്രധാനമായിട്ടും പ്രശ്നം ഉണ്ടാക്കുന്നത്. അതൊക്കെ പരിഹരിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം പ്രധാനമായിട്ടും ഇപ്പോഴത്തെ ഇവിടുത്തെ ആശുപത്രികൾക്ക് എന്താണ് സംഭവിച്ചത്? നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥയൊക്കെ വന്നല്ലോ. ഉപേക്ഷിച്ചിട്ടില്ല, അങ്ങനെയല്ല. നിർമ്മാണം അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇടുക്കി മെഡിക്കൽ കോളേജ് വന്ന സമയത്ത് ഈ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയായിട്ട് അപ്ഗ്രേഡ് ചെയ്തിരുന്നു. പക്ഷെ അതിന്റെ ഒരു പ്രവർത്തനം ജില്ലാ ആശുപത്രിയുടെ നിലവാരത്തിലേക്ക് ഉയർന്നിട്ടുണ്ടോ എന്നുള്ളത് ആളുകൾക്ക് വലിയ സംശയമാണ്. കാരണം തോട്ടം തൊഴിലാളികൾ ഒരുപാട് പേരുള്ളതാണ്. അവർക്ക് വലിയ കുത്തക ആശുപത്രികളെ ഒന്നും സമീപിക്കാനോ അല്ലെങ്കിൽ ആശ്രയിക്കാനോ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ സർക്കാർ ആശുപത്രികൾ വേണം. ആ സർക്കാർ ആശുപത്രിയുടെ ഒരു നിലവാരത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ പറയപ്പെടുന്ന ഒരു നിലവാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു പ്രശ്നം. ചേട്ടാ, എന്താണ് നിലവിലെ അവസ്ഥ ഇവിടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്? നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരു മുന്നണികളും രണ്ടും ശക്തമായിട്ട് തന്നെയാണ് പിടിക്കുന്നത്. അതിലിപ്പോൾ ആര് വിജയിക്കുന്നുള്ള ജനങ്ങളാണ് വിധി എഴുതുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് സർക്കാരിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ ചർച്ചയാണ്? അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വികസനമുണ്ട്, വികസനമില്ലാഴിയില്ല. പിന്നെ ഒട്ടുമുക്കാലും നല്ലൊരു വികസനമായിട്ട് പറയുന്നില്ല, അതും ആവറേജ് ഒരു വികസനമുണ്ട്. അപ്പൊ അത്തരത്തിൽ മിക്സഡ് റെസ്പോൺസ് ആണ് കേട്ടോ. അങ്ങനെ അതിശക്തമായ പോരാട്ടം നടക്കാൻ പോകുന്ന മണ്ഡലം കൂടിയാണിത്. അപ്പോൾ LDF ആയിരിക്കുമോ UDF ആയിരിക്കുമോ ഇവിടെ അധികാരത്തിൽ വരിക, അല്ലെങ്കിൽ MLA സ്ഥാനം പിടിച്ചെടുക്കുക എന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. മാത്രമല്ല പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ ജനങ്ങളുടെ മനസ്സ് ഏത് തരത്തിലായിരിക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷ, ആ ഒരു ആകാംക്ഷ, അതെല്ലാം ഇവിടെ എന്തായാലും നിലനിൽക്കുന്നുണ്ട്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.